അതിന് വേണ്ടിയ കാര്യങ്ങളല്ലേ? അതിന് വേണ്ടിയത് നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ വേണേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ബട്ടറാന്നു, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഇച്ചിരി പഞ്ചസാര, കുറച്ച് കുരുമുളക് പൊടി, കോൺഫ്ലവർ, മല്ലിയില, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും കാണാറില്ലേ, കുറച്ച് ബ്രെഡും കൂടെ അതിൻ്റെ പുറത്തിങ്ങനെ മൊരിച്ചിടുവേ. അതിനുവേണ്ടി ഇത്രയും ബ്രെഡൊന്നും വേണ്ട, കുറച്ച്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഏറ്റവും എളുപ്പമാണ്. ആദ്യം നമ്മൾ ടൊമാറ്റോ ഒരു 4 മുഴുത്ത ടൊമാറ്റോ എടുത്തേച്ചും അതിനെ ഒരു ഇച്ചിരി മുറിക്കണേ. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 4ആയിട്ടോ അല്ലെങ്കിൽ ഒരു 6 കഷ്ണമായിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ വേവാൻ എത്ര എളുപ്പമെന്ന് നോക്കി വെച്ചാൽ അതനുസരിച്ച് മുറിച്ചേച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു എന്നാ പറയുന്നത് ഒരു 4 കഷ്ണമൊക്കെ ആയിട്ട് മുറിക്കാവേ. നാലല്ല 6 കഷ്ണം മുറിക്കാം. എന്നുവെച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുക. ഇതിനകത്തോട്ട് ഞാനൊരു 4 വലിയ ടൊമാറ്റോ, നല്ല മുഴുത്ത ടൊമാറ്റോ ആയിട്ടേക്കുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കപ്പ് ഫുൾ, നമ്മുടെ ഒരു കപ്പ് അളവെന്ന് പറയില്ലേ, ആ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചായ കപ്പിനോളം വരുമായിരിക്കും, ഒരു വലിയ ചായ കപ്പിനോളം വരും. അതിനൊരു 3 കപ്പ് വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. അന്നേച്ച് ഇത് ഒന്ന് നല്ലതായിട്ട് വേവണം. ഉപ്പ് ഒന്നും ചേർക്കരുത്. അത് തിളച്ച് നല്ലതായിട്ട് വെന്ത് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് സൂപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ. ആറിയതിന് ശേഷം ഞാൻ അതെ അടുത്ത് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ആദ്യം ഇതൊന്ന് വേവട്ടെ. ഓക്കെ, നമ്മുടെ വേവിക്കാൻ വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, നല്ലതായിട്ട് വെന്തേ. അതൊന്ന് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ തൊലിയെല്ലാം അങ്ങ് അടന്ന് പോരുവേ. അന്നേച്ച് നമ്മൾ വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊരു ഇച്ചിരി ഒന്ന് വേവുമ്പോഴത്തേച്ച് ഇച്ചിരി ഒന്ന് കുറയുകയല്ലേ, അത്രയും മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഇനിയാന്നു ഇതിനെ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട്. അന്നേച്ച് നമുക്ക് അരിക്കാവേ. ഇതിനകത്ത് നമ്മുടെ ആ തക്കാളിയുടെ കുരു, തൊലി അതെല്ലാം ഉണ്ടാവേ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പാൻ വേണ്ട, നമുക്ക് സാധാ പാൻ എടുത്തേച്ച് ഫസ്റ്റ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോഴത്തേന് ബട്ടർ ഇടുക. ഏത് സൂപ്പ് ആന്നേലും ഇച്ചിരി ബട്ടർ ഇടുവാന്നേൽ ഇച്ചിരി ഒരു നല്ല ടേസ്റ്റ് കിട്ടുവേ. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇടാം. ഇത് ഇച്ചിരി ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് മൈദ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തേച്ച് പാനിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കണേ. നമുക്ക് കുറുകണ്ട എത്രയെന്ന് ഒരു 2 ടീസ്പൂൺ ഇട്ടു. ബട്ടറിൽ കിടന്നേച്ച് നമ്മുടെ ഈ മൈദ അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആന്നേൽ ഒന്ന് മൂക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു നല്ല മണമാണ്. സാധാരണ നമ്മൾ സൂപ്പൊക്കെ കുറുകാനായിട്ടാന്നേൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ ഇച്ചിരി കോൺഫ്ലവർ കലക്കി ഒഴിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുവാന്നേൽ കുറച്ച് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും അതിന് കിട്ടുന്നേ.
മൈദ ആണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിലും മൂക്കാതെ നമ്മൾ ഇത് ഒഴിക്കുവാന്നേൽ ആ ഒരു എന്നാ പറയുക ഒരു പച്ച ഒരു റോ ടേസ്റ്റ് ഇല്ലേ ആ മാവിൻ്റെ അത് ഉണ്ടാവും. അന്നേരം നമ്മുടെ സൂപ്പിൻ്റെ ടേസ്റ്റേ പോവും. അന്നേരം അത് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച് ഒഴിച്ചേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഞാൻ ഒത്തിരി മൂപ്പിച്ചിട്ടില്ല, ഒരിച്ചിരി മൂപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ ആ പച്ച ആ റോ ടേസ്റ്റ് അങ്ങോട്ട് മാറ്റിയേച്ചാന്നു ഞാൻ നെക്സ്റ്റ് സൂപ്പിൻ്റെ ആ ഒരു നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ അല്ലേ അത് ചേർക്കാനായിട്ട് പോകുന്നത്. അന്നേരം ആദ്യം ഞാൻ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് അരിപ്പെടുത്തുണ്ട്. മാക്സിമം ജ്യൂസസ് അതിനകത്ത് നിന്ന് സ്ക്വീസ് ചെയ്തെടുക്കണേ. ഇപ്പോഴും ഞാൻ ചെറിയ സിമ്മേ തന്നെയാണ് വെച്ചേക്കുന്നേ. ഇതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്നറിയോ, ഇപ്പം തന്നെ അതൊരു നല്ല മണമുണ്ട്, ആ നമ്മുടെ ആ ബട്ടറിൻ്റെയും ഒക്കെ ഒരു നല്ല മണമാണ്. ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കണം. പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര. കുരുമുളകിൻ്റെ അളവ് പറയുവാന്നേലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാന്നേ കുരുമുളകും ഉപ്പുമാന്നു കൂടുതൽ നമ്മൾ സൂപ്പിനകത്ത് ഇടുന്നത്. അത് പിന്നെ ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാന്നു നമ്മൾ ചേർക്കേണ്ടത്. അതൊരു ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുള്ളൂ. ടൊമാറ്റോ സൂപ്പിന് എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു തിക്കെന്ന് പറയുന്നത് ഒത്തിരി കാണുകയില്ല. നമ്മൾ മറ്റേ സൂപ്പൊക്കെ കുടിക്കുന്ന വെച്ച് നോക്കുവാന്നേല കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസാന്നു. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ്, നല്ല റെഡ് ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളറായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി റെഡ് കളർ കാണുന്നിടത്തൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി റെഡ് കളർ ചേർക്കാറുണ്ട്. അത് പക്ഷെ ഞാനിവിടെ ചേർക്കുകയില്ല. ഇനി എന്നാന്ന് വെച്ചാൽ ചെറിയ സിമ്മയിൽ ഇരുന്ന് തന്നെ അതൊന്ന് ഇച്ചിരി കുറുകിയാൽ മതി. ഒത്തിരി കുറുകണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ശരിക്കും പറയുവാണെങ്കിൽ ടൊമാറ്റോ സൂപ്പ് ഒത്തിരി കുറുകുകയില്ല, ഒരു ചെറിയ ലൂസല്ലയോ. ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനൊരു ചെറിയൊരു കുറുക്കേ വരത്തുള്ളൂ. കാര്യം നമ്മൾ 2 ടീസ്പൂൺ ഓഫ് കോൺഫ്ലവറേ ചേർത്തിട്ടുള്ളൂ. അതനുസരിച്ചുള്ള അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി എന്നാ വെച്ചാൽ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിനകത്ത് ഫ്രൈ ചെയ്തിടണം. ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില. ഇതിനകത്ത് ആദ്യം ഞാനൊരു ഇച്ചിരി മല്ലിയില ഇടുക. കാര്യം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ടൊമാറ്റോ സൂപ്പിനകത്തോട്ട് വന്നോട്ടെ. ഇതിൻ്റെ ഒരു മണമൊന്നും പോകണ്ട, ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ചിരിക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തേച്ച് ഈ ബട്ടറെ തന്നെ നമുക്ക് ആ ബ്രെഡ് കൂടെ ഒന്ന് മുരിച്ച് സെപ്പറേറ്റ് വെക്കണം. സെപ്പറേറ്റ് വെച്ച് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനകത്ത് ഇട്ട് സെർവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അല്ല നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ഒരു ലിക്വിഡിനകത്ത് വീണാനുള്ള അറിയാമല്ലോ. അതുകൊണ്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ എന്തായാലും അത് ഫ്രൈ ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പും റെഡിയാവും. എന്തായാലും സൂപ്പിന് ചെറിയ സിം മതിയേ. അന്നേരം ഞാൻ ഇതിനെ ഇങ്ങോട്ടാക്കട്ടെ. ഇതിനകത്ത് ഒരു സ്പൂൺ ബട്ടർ ഇട്ടേച്ച് ബ്രെഡ് എന്തായാലും കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് വേണം മുറിച്ച് വെക്കാനേ. ഒത്തിരി ബ്രെഡ് ഒന്നും ഇടരുത്, ഒരു 3-4 എണ്ണം മതിയാവും. ഒരു ബൗളിനകത്ത് ഒരു 3 അത്രയും മതിയാവും. അത്രയും ക്യൂബ്സ് ഇട്ടാച്ചാൽ മതി. ഒന്നെങ്കിൽ ബട്ടറിൽ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചേച്ചാലും മതി.
ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ചെയ്യാനില്ലേ, ഫ്രൈഡ് ബ്രിഞ്ചോൾസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഞാൻ ഈ ബ്രെഡ് ഒന്ന് മൂപ്പിച്ച് ടൊമാറ്റോ സൂപ്പിൻ്റെ സെക്ഷൻ മാറ്റി വെച്ച് നെക്സ്റ്റ് ആ സെക്ഷനിലോട്ട് നമുക്ക് പോവാം.